മീൻകറി താളിക്കാനേ ഉള്ളി വറക്കുമ്പോൾ മുരിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് മുരിച്ചതിന് ശേഷം അത് മീൻകറിയിലോട്ട് ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, മീൻകറിയുടെ മുകളിൽ ഇങ്ങനെ നല്ല ചുമന്ന നിറത്തിൽ കിടക്കും. കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. മൊരിച്ച മുളക് പൊടി ഇട്ട മീൻകറിയാണത്, അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കോവയ്ക്ക ഫ്രൈ ചെയ്യാം. കോവയ്ക്ക 4 കീറി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ ഇതൊക്കെ തിരുമ്പി വെയിലത്ത് വെച്ചതാണ് കേട്ടോ. വെയിലത്ത് വെച്ച് വാട്ടിയിട്ട് അത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരുക. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ഉരുളൻകിഴങ്ങും കൂടെ നീളത്തിലരിഞ്ഞ് വറുത്ത് കോരി കേട്ടോ. നല്ലതായിരുന്നു കഴിക്കാനായിട്ട്. കോവയ്ക്ക വറുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉരുളൻകിഴങ്ങ് വറുത്തത് കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തു. അടുത്ത ഐറ്റം കാളാഞ്ചി മീൻ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കായംപൊടി, ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാട്ടോ കാളാഞ്ചി ഫ്രൈ ചെയ്തത്. ഗോൾഡൻ പൊമ്പാനോ മാങ്ങയും കുടംപുളിയും ഇട്ട് നാളികേരപ്പാൽ ഒഴിച്ച് കറി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കാളാഞ്ചിക്കുട്ടനെ ഫ്രൈ ചെയ്തത്, ഉരുളൻകിഴങ്ങും കോവക്കായും ഫ്രൈ ചെയ്തെടുത്തത്. ഇതൊക്കെ കൂടിയാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ വായ തുറന്നേ.